തെരുവ് നായ്ക്കളുടെ ഭീതിയിൽ കോഴിക്കോട് നഗരവും പരിസര പ്രദേശങ്ങളും. നിരവധി പേർക്ക് കടിയേറ്റിട്ടും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപമാണ് ഉയർന്നത്. നായകളെ പാർപ്പിക്കാൻ ജില്ലയിൽ ഷെൽട്ടർ ഹോമുകൾ ഇല്ലാത്തതും സ്ഥിതി സങ്കീർണമാക്കുകയാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 5 മാസത്തിനിടെ 1.65 ലക്ഷം പേർക്ക് തെരുവ് നായ്ക്കളുടെ കടിയേറ്റുവെന്നാണ് കണക്കുകൾ. 17 പേരാണ് പേവിഷബാധയേറ്റ് മരിച്ചത്. ആശങ്കപ്പെടുത്തുന്ന ഈ കണക്കുകളിൽ മുൻനിരയിലാണ് കോഴിക്കോട് ജില്ല. കഴിഞ്ഞ 3 മാസത്തിനിടെ മാത്രം 3000-ലധികം പേരാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം ദിവസം 100-ലധികം പേരാണ് പേവിഷബാധ കുത്തിവയ്പ്പിനായി എത്തുന്നത്. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ പരിസരം, ബീച്ച് തുടങ്ങി നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ തെരുവ് നായ ശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസമാണ് KP കേശവ മേനോൻ റോഡിൽ ഒരാൾക്ക് തെരുവ് നായയുടെ കടിയേറ്റത്. നായിന്റെ ഭയങ്കര ശല്യം. പിന്നെ ഡെയിലി നായ്ക്കള് എല്ലാവരും പിന്നാലെ പായുന്ന കൂട്ടത്തിലാണ്. ഇവിടെ നടക്കാൻ പേടിയാണ്. ഇവിടെ മൊത്തത്തിൽ ഇവിടെ നായ്ക്കളുണ്ടല്ലോ. ആദ്യം നമ്മൾ നായിനെ കണ്ട നായി നമ്മളെ കണ്ടാൽ പായും. അപ്പൊ നായിനെ കണ്ട് നമ്മൾ പായേണ്ട അവസ്ഥ, ജനം പായേണ്ട അവസ്ഥ. തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം സ്കൂൾ കുട്ടികളടക്കം ഭീതിയിലാണ്. കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ മടിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഈ ഭാഗത്ത് ഫുൾ ടൈം യാത്രക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ബസ് കയറാൻ പോകുന്ന വഴിയാണ്. അപ്പോൾ തെരുവ് നായ്ക്കൾ ഭയങ്കര ശല്യമാണ്. ഇപ്പോൾ സ്വസ്ഥമായിട്ട് ആർക്കും നടന്നു പോകാം. ബൈക്കുമ്പോൾ പോകുന്ന ആളുകളെ പിന്തുടർന്ന് പട്ടി കടിക്കാൻ നോക്കുന്നുണ്ട്. കുറേ ആൾക്കാരെ ഒരു പട്ടി സ്ഥിരമായിട്ട് കടിക്കുന്ന ഒരു പട്ടി ഇവിടെ ഉണ്ട്. ഒരുപാട് ആളെ കടിക്കുകയും ചെയ്തു. ഭയങ്കര ശല്യമാണ്. മൊത്തത്തിൽ രാത്രിയാണ് കൂടുതൽ. പകലും ഉണ്ട്, രാത്രിയാണ് കൂടുതൽ. ഒരുപാട് ബൈക്കുകൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിരിക്കണ്. നായി ചാടിയിട്ട് ഒരുപാട് ആൾക്കാർ. നഗരസഭയും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളും പിടികൂടുന്ന തെരുവ് നായ്ക്കളെയും ഉടമകൾ ഉപേക്ഷിക്കുന്ന നായകളെയും പാർപ്പിക്കാൻ ജില്ലയിൽ ഷെൽട്ടർ ഹോമുകളില്ല. പിടികൂടുന്ന നായകളെ അടക്കം വന്ധീകരിച്ച് വിടുകയാണ് ചെയ്യുന്നത്. ഇതാണ് സ്ഥിതി വഷളാകാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. പേവിഷബാധയേറ്റ് ജില്ലയിൽ ഒരു കുട്ടി മരിക്കുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടും അധികൃതർ സ്വീകരിക്കുന്ന നിസ്സംഗതയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ജനം, കോഴിക്കോട്.